നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞ ഒരു ഫിത്ന, ആ ഫിത്നയാണ് കക്ഷിത്തങ്ങളും ഭിന്നിപ്പുകളും എന്ന് പറയുന്നത്. കക്ഷിത്വവും ഭിന്നിപ്പുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ വലിയ ഫിത്നകളുടെ കൂട്ടത്തിൽ ഒന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ സഈദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, അഖ്ബൽനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ മുർനാ അലാ മസ്ജിദിൻ ബനി മുആവിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങൾ ഒരു യാത്ര പോവുകയാണ്. ഞങ്ങൾ ബനു മുആവിയ ഗോത്രക്കാരുടെ പള്ളിയുടെ അടുക്കലെത്തിയപ്പോ ഫദഖല ഫസല്ല റകഅതൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പള്ളിയിൽ കയറി 2 റക്അത്ത് നമസ്കരിച്ചു. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നമസ്കരിച്ചു. അവിടെ ഇരുന്നു കൊണ്ട് വനാജാ റബ്ബഹു അസ്സ വജല്ല തവീല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ഒരുപാട് അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ദീർഘമായി പ്രാർത്ഥിച്ചതിന് ശേഷം സഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സഅൽതു റബ്ബി അസ്സ വജല്ല അല്ലാ യുഹ്ലിക ഉമ്മതി ബിസ്സന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, സഅൽതു റബ്ബി അസ്സ വജല്ല സലാസ, അല്ലാഹുവിനോട് ഞാൻ 3 കാര്യങ്ങൾ ചോദിച്ചു. സഅൽതുഹു അല്ലാ തുഹ്ലിക ഉമ്മതി, എന്റെ സമൂഹത്തെ അല്ലാഹുവേ നീ നശിപ്പിക്കരുതേ, എന്തുകൊണ്ട്? തൂഫാന് കൊണ്ട് നശിപ്പിക്കരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഒരിക്കലും മുസ്ലിം സമൂഹം ഒന്നടങ്കം നശിച്ചു പോകുന്ന ഒരു തൂഫാൻ ഉണ്ടാകില്ല. മുസ്ലിങ്ങൾ നശിക്കും, മുസ്ലിങ്ങൾക്ക് തൂഫാൻ ഉണ്ടാകും, പക്ഷേ മുസ്ലിം സമൂഹം ഒന്നടങ്കം ലോകത്ത് നിന്ന് നശിച്ചു പോകില്ല ആ രൂപത്തിൽ. രണ്ടാമതായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അല്ലാഹു ആദ്യത്തെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ശരി അനുവദിച്ചു എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ എന്റെ സമൂഹത്തിന് പട്ടിണി മൂലം വരൾച്ച മൂലം നീ നശിപ്പിക്കരുതേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു. അല്ലാഹു അതിന് ഉത്തരം നൽകി. മൂന്നാമതായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, അല്ലാ യജഅല ബഅസഹും ബൈനഹും, എന്റെ സമൂഹത്തിന്റെ കുഴപ്പം, അവർക്കിടയിലുള്ള പരസ്പരം ഛിദ്രതയും അവർക്കിടയിലുള്ള ഭിന്നിപ്പും നീ ആക്കി മാറ്റരുതേ, അതിലൂടെ അവരെ നീ നശിപ്പിക്കരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയില്ല അല്ലാഹു. ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകിയില്ല. കാരണം മുമ്പുള്ള സമൂഹങ്ങളൊക്കെ ഈ രൂപത്തിൽ കക്ഷിത്വങ്ങളും ഭിന്നിപ്പുകളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കക്ഷിത്വങ്ങളും ഭിന്നിപ്പുകളും ഇവിടെയും ഉണ്ടാകും. അങ്ങനെ ഭിന്നിപ്പും കക്ഷിത്വങ്ങളും ഉണ്ടാകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. ആരാണ് സത്യത്തിന്റെ കൂടെ നിൽക്കുക, ആരാണ് സത്യത്തിന്റെ കൂടെ ഉണ്ടാവുക, പ്രമാണങ്ങളുടെ കൂടെ ഉണ്ടാവുക, അല്ലാഹുവിന്റെ പാശത്തിന്റെ കൂടെ ഉണ്ടാവുക. വഅതസിമൂ ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖു, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ കൂടെ ആരുണ്ടാകും എന്ന് പരീക്ഷിക്കാൻ ഓരോരോ പ്രവാചകന്മാരുടെയും അവരവരുടെ വേദഗ്രന്ഥങ്ങളുടെ കൂടെ ആരുണ്ടാകുമെന്ന് അല്ലാഹു മുമ്പുള്ള സമൂഹങ്ങളെ പരീക്ഷിച്ചതുപോലെ വിശുദ്ധ ഖുർആനിന്റെ കൂടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ, റസൂലിന്റെ സ്വഹാബികളുടെ കൂടെ ആരുണ്ടാകുമെന്ന് പരീക്ഷിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് നമുക്ക് അറിയിച്ചു തരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നു എങ്കിൽ, ഇങ്ങനെ കക്ഷിത്വങ്ങളും ഭിന്നിപ്പുകളും ആദർശത്തിന്റെ പേരിലാണ് ഉണ്ടാകുന്നത് എങ്കിൽ, ആദർശത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന കക്ഷിത്വവും ഭിന്നിപ്പും അത് ഓരോരുത്തരും ഉദ്ധരിക്കുന്നത് പ്രമാണങ്ങളായിരിക്കും. പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ പലപ്പോഴും ആളുകളുടെ ബുദ്ധി തന്നെ മരവിച്ചു പോയി. ഒന്ന് കേൾക്കുമ്പോൾ അതാണ് ശരിയെന്ന് തോന്നും, ഇത് കേൾക്കുമ്പോൾ ഇതാണ് ശരിയെന്ന് തോന്നും. പ്രത്യേകിച്ച് തിന്മയുടെ ആളുകൾ സംസാരിക്കുമ്പോൾ അവരുടെ വാചാലത കൊണ്ട് നന്മയെ തിന്മയാക്കി അവതരിപ്പിക്കാനും തിന്മയെ നന്മയാക്കി അവതരിപ്പിക്കാനും അവർക്ക് സാധിക്കുമെന്നത് കൊണ്ട് ആദ്യ കാലഘട്ടത്തിൽ തന്നെയുള്ള ഫിത്നയുടെ ആളുകളെ സംബന്ധിച്ച്, കക്ഷിത്വത്തിന്റെ ആളുകളെ സംബന്ധിച്ച് സലഫുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബുൽ ഈമാനിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ആദ്യമായി കൊണ്ട് ഖദരികൾ എന്ന് പറയുന്ന വിഭാഗം ഇവിടേക്ക് രംഗപ്രവേശം ചെയ്തപ്പോൾ, അള്ളാഹുവിന്റെ ഖദറിനെ നിഷേധിക്കുന്ന ഒരു വിഭാഗം ഇവിടേക്ക് രംഗപ്രവേശം ചെയ്തപ്പോൾ അവർ ആദ്യമായി കൊണ്ട് ചെയ്തത് അവരുടെ നാവിന്റെ ശക്തി കൊണ്ട്, പിൻബലം കൊണ്ട് അവർ പ്രമാണങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് സംസാരിക്കുന്നതായിരുന്നു എന്ന് നമുക്ക് ഹദീസുകളുടെ വാചകങ്ങളുടെ ആശയം വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ രൂപത്തിൽ യതഖഫറൂന ഫിൽ ഇൽമ്,
അവർ പ്രമാണങ്ങളെ, വിജ്ഞാനങ്ങളെ, ആ വിജ്ഞാനങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അതിൽ ചർവണം നടത്തിക്കൊണ്ട് അതിന്റെ ശരിയും തെറ്റും വേർതിരിച്ചറിയാത്ത ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥയുണ്ടാകുമെന്ന് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. എക്കാലഘട്ടത്തിലും തിന്മയുടെ കക്ഷികൾക്ക് ഈ പറയുന്ന ഹദീസുകളുടെ കൂട്ടത്തിൽ തന്നെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത് കാണാം. എക്കാലഘട്ടത്തിലും ഇത്തരം ആളുകൾക്ക്, തിന്മയുടെ ആളുകൾക്ക് വലിയ നാവും അതുപോലെ തന്നെ വലിയ സാമർത്ഥ്യവും അല്ലാഹു നൽകിയിട്ടുണ്ട്. അതൊരു ഫിത്നയുടെ ഭാഗമായി കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആ രൂപത്തിൽ ഫിത്നകളെ നമ്മൾ കാണണം. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൽ ഖംർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, മൽ ഖംറു സുർഫൻ ബി അദ്ഹബ ബി ഉഖൂലിർ റിജാലി മിനൽ ഫിതൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ പ്രവാചകന്റെ സ്വഹാബികൾ പഠിപ്പിച്ചു തരികയാണ്, മനുഷ്യന്റെ ബുദ്ധിയെ മരവിപ്പിച്ച് കളയുന്നത് വെറും കള്ള് മാത്രമല്ല, അതല്ലെങ്കിൽ ഫിത്നയേക്കാൾ മനുഷ്യന്റെ ബുദ്ധിയെ മരവിപ്പിച്ച് കളയുകയും ബുദ്ധിയെ ഇല്ലാതാക്കി കളയുകയും ചെയ്യുന്ന ഒന്നല്ല ഖംർ എന്ന് പറയുന്നത്, കള്ള് എന്ന് പറയുന്നത്. കള്ള് എങ്ങനെ മനുഷ്യന്റെ ബുദ്ധിയെ തെറ്റിച്ച് കളയുന്നോ, നന്മയെ തിന്മയാക്കി തോന്നിക്കുന്നോ, അതുപോലെ തന്നെ ഹഖീഖത്തുകളെ, യാഥാർത്ഥ്യങ്ങളല്ലാതാക്കിയും അയാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളാക്കിയും ഒരു കള്ള് കുടിച്ച ഒരു മനുഷ്യന് തോന്നുന്നുണ്ടോ, അങ്ങനെ അവന് തോന്നിപ്പിക്കുന്നുണ്ടോ, അതിനേക്കാൾ കാര്യഗൗരവത്തോടു കൂടി ഫിത്നകൾ മനുഷ്യന്റെ ബുദ്ധിയെ മരവിപ്പിച്ച് കളയുകയും നന്മയുടെ ഭാഗത്തു നിന്ന് തെറ്റിച്ചു കളയുകയും ചെയ്യുമെന്ന് നമുക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ചു തരുന്നു. ഹദീസുകളുടെ വെളിച്ചത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. എന്തുകൊണ്ടിങ്ങനെ കൃത്യമായ അറിവില്ലായ്മയായിരിക്കും ആ സന്ദർഭത്തിൽ കൂടുതൽ ഉണ്ടായിരിക്കുക, മറിച്ച് കൃത്യമായ ദിശാബോധം നൽകേണ്ടുന്ന പണ്ഡിതന്മാർ വരെ ഇതിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന രംഗം നമ്മൾ കാണേണ്ടി വരുമെന്നതാണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതയായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ എന്ത് മാർഗമാണ് സ്വീകരിക്കേണ്ടത്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ലാ യഅതി ആമുൻ ഇല്ലാ വഹുവ ശർറൻ മിനല്ലദീ ഖബലഹു അമാ ഇന്നി ലസ്തു അഅനി ആമൻ അഖ്സബ് മിൻ ആം വലാ അമീറൻ ഖൈറൻ മിൻ അമീർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി, ഫിത്നകളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ സ്വഹാബിമാരിൽ ഒരാൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുകയാണ്, ഓരോ കാലഘട്ടം വരുമ്പോഴും ആ കാലഘട്ടം അതിന് തൊട്ടു മുമ്പുള്ളതിനേക്കാൾ മോശമായിരിക്കും, ഷർറായിരിക്കും ഉണ്ടായിരിക്കുക. അവിടെ ഞാൻ ഈ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത് ആളുകൾക്ക് ഭൗതികമായ നന്മയും പുരോഗതിയുമാണ് എന്നല്ല, പുരോഗതിയും അതുണ്ടാകില്ല എന്നല്ല. മുമ്പ് കഴിഞ്ഞതിനേക്കാൾ നല്ല നന്മ, നല്ല പുരോഗതി അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടാകും. അതുപോലെ തന്നെ മുമ്പ് കഴിഞ്ഞ രാജാക്കന്മാരെക്കാളും മുമ്പ് കഴിഞ്ഞ ഭരണകർത്താക്കളെക്കാളും ഉത്തരം നല്ലവരായ ആളുകൾ ഉണ്ടാകും. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, മറിച്ച് വലാകിന്ന ഉലമാഅകും വഖിയാറുകും യദ്ഹബൂൻ സുമ്മ ലാ തജിദൂന മിൻകും ഖലഫ. നിങ്ങളുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാർ മരണപ്പെട്ടു പോകും, പണ്ഡിതന്മാർ ഇല്ലാതായി പോകും, അവർക്കൊരു പിൻഗാമികളെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. പിന്നീട് കടന്നു വരുന്ന പണ്ഡിതന്മാരുടെ വേഷത്തിൽ കടന്നു വരുന്നവരാരായിരിക്കും? ഒരു വിഭാഗമാണ് യഖീസൂനൽ ഉമൂറ ബിആറാഇഹിം. അവർ അവരുടെ ബുദ്ധി വെച്ചുകൊണ്ട് കാര്യങ്ങളെ വിലയിരുത്തുകയും കാര്യങ്ങളെ താരതമ്യം ചെയ്യുകയും ചെയ്യും. വയഹ്ദിമുൽ ഇസ്ലാം, അതുപോലെ തന്നെ ഫയുഹ്ദമുൽ ഇസ്ലാമു വസുലിം. ഇസ്ലാം അതിന് ഓട്ട വീഴുകയും വിള്ളൽ വീഴുകയും ഇസ്ലാം തന്നെ ഇല്ലാതായി പോവുകയും നശിച്ചു പോവുകയും ചെയ്യുമെന്ന് ഈ ഹദീസിലൂടെ, ഈ അസറിലൂടെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നമ്മൾ നേർക്ക് നേരെ കാണുന്ന രംഗങ്ങളല്ലേ പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാർ സമൂഹത്തിന് ദിശാബോധം നൽകേണ്ടുന്ന പണ്ഡിതന്മാരാണ് പലപ്പോഴും തിന്മയുടെ വക്താക്കളായി കൊണ്ട് നടക്കുന്നത്. അവർ പ്രമാണങ്ങളെയല്ല എടുക്കുന്നത്, അവരുടെ ബുദ്ധിയെയാണ് എടുക്കുന്നത്. ബുദ്ധി വെച്ചുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കുകയും ആ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തെറ്റാണെങ്കിൽ തെറ്റ്, ശരിയാണെങ്കിൽ ശരി എന്ന് പറയുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇവിടെ കടന്നു വരുമെന്ന് ആരാണ് പറയുന്നത്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവസാന കാലഘട്ടത്തിൽ വരാനിരിക്കുന്ന ഫിത്നകളെ സംബന്ധിച്ച് കൃത്യമായ ബോധം ലഭിച്ച അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇന്ന് നമ്മൾ കാണുന്നത് അങ്ങനെ തന്നെയല്ലേ? പ്രമാണമല്ല ആളുകൾക്ക് വലുത്, ബുദ്ധിയാണ് വലുത്. ബുദ്ധിക്ക് ഇസ്ലാം സ്ഥാനം നൽകിയിട്ടില്ല എന്നല്ല, ബുദ്ധി ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു
കാര്യം തന്നെയാണ്. ഒരുപാട് സന്ദർഭങ്ങളിൽ അഫലാ യഅഖിലൂൻ അഫലാ യതദബ്ബറൂൻ, നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല, എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല എന്ന് ഖുർആൻ നമ്മോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ പ്രമാണങ്ങളെ മറികടക്കാൻ വേണ്ടിയുള്ള ബുദ്ധിയല്ല അതിന് അവിടെ പറയുന്നത്, മറിച്ച് പ്രമാണങ്ങളെ അംഗീകരിക്കാനുള്ള ബുദ്ധിയാണ്. ആ ബുദ്ധിയെയാണ് ഇസ്ലാം അംഗീകരിക്കുന്ന ബുദ്ധി എന്ന് പറയുന്നത്. അതല്ലാത്ത ബുദ്ധി, പ്രമാണങ്ങളെ നിരാകരിക്കാനും തള്ളാനും വേണ്ടിയുള്ള ഒരു ബുദ്ധി, അത്തരത്തിലുള്ള ഒരു ബുദ്ധിയെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അതൊരു ബുദ്ധിയല്ല താനും. അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഓരോരുത്തർ മനസ്സിലാക്കിയപ്പോ പ്രമാണങ്ങൾ തന്നെ പരസ്പര വൈരുദ്ധ്യങ്ങളായി അവർക്ക് തോന്നി. പ്രമാണങ്ങൾ തന്നെ പരസ്പര വൈരുദ്ധ്യങ്ങളായി തോന്നി. ഹദീസുകൾ പരസ്പരം വൈരുദ്ധ്യം, ഹദീസും ഖുർആനും വൈരുദ്ധ്യം, അതുപോലെ തന്നെ ആയത്തുകളും വൈരുദ്ധ്യം എന്ന് വരെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പറയുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിപ്പെട്ടു എങ്കിൽ മനുഷ്യന്റെ ബുദ്ധി യഥാർത്ഥ ദിശയിലൂടെയല്ല നീങ്ങുന്നത്, മനുഷ്യൻ അതിനെ ഉപയോഗിക്കുന്നത് ശരിയായ ദിശയിലൂടെയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.